എല്ലാവർക്കും നമസ്കാരം. our tour.1961 എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാർഡിഫിലുള്ള ടിൻറ്റേൺ അബി എന്നൊരു പുരാതന കാലത്തെ പള്ളിയാണ്. ഞങ്ങൾ രാവിലെ 8 മണിക്ക് യാത്ര തുടങ്ങി. രാവിലെ 8 മണിക്ക് യാത്ര തുടങ്ങിയത് കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു റോട്ടിൽ അധികം തിരക്ക് തുടങ്ങിയിട്ടില്ല. കാർഡിഫ് ഒരു പുരാതന നഗരമാണ്. യുകെയുടെ തെക്ക് കിഴക്കേ ഭാഗത്തുള്ള ഒരു പുരാതന നഗരമാണ് കാർഡിഫ്. വെയിൽസിലെ ഒരു പ്രധാന നഗരമാണ് കാർഡിഫ്. ഇവിടെ കൂടുതൽ പേർ സംസാരിക്കുന്നത് ഇംഗ്ലീഷും ബാക്കിയുള്ളവർ വെൽഷ് ഭാഷയുമാണ് സംസാരിക്കുന്നത്. വെൽഷ് ഒരു സെൽറ്റിക് ലാംഗ്വേജ് ആണ്. സെൽറ്റിക് ലാംഗ്വേജ് ഐറിഷ്, സ്കോട്ടിഷ്, കോർണിഷ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളുടെ ഒരു സങ്കരമാണ്. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരു പ്രധാന സ്ഥാനമാണ് വെയിൽസിലെ രാജകുമാരൻ. ഇത് ബ്രിട്ടീഷ് രാജാവിൻ്റെ മൂത്ത പുത്രനാണ് വഹിക്കുന്നത്. നിലവിൽ ചാൾസ് രാജാവിൻ്റെ മകൻ വില്യം രാജകുമാരനാണ് വെയിൽസിലെ രാജകുമാരൻ. ഇവിടെയുള്ള ഈ വീടുകൾക്കെല്ലാം വിക്ടോറിയൻ സ്റ്റൈൽ ഹൗസസ് എന്നാണ് പറയുന്നത്. നമ്മുടേതുപോലുള്ള റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവിംഗ് സിസ്റ്റം തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ 6 മാസം നമുക്കിവിടെ വണ്ടി ഓടിക്കാം. 6 മാസത്തിനുള്ളിൽ നമ്മൾ അവിടുത്തെ ലൈസൻസ് കരസ്ഥമാക്കണം. ഞങ്ങളുടെ വാഹനം പട്ടണപ്രദേശത്തിൻ്റെ അതിർത്തി വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ കാണാത്ത എന്തോ ഒരു പ്രത്യേകതരം ഭംഗിയാണ് യൂറോപ്പ് മുഴുവൻ. ബിൽഡിങ്ങുകൾക്കൊന്നും കൂടുതൽ നിറങ്ങളോ വർണ്ണങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ എങ്കിലും പ്രകൃതിയും ബിൽഡിങ്ങുകളും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് ടിൻറ്റേൺ അബി എന്നൊരു പള്ളി കാണാനാണ്. ഇതാണ് ടിൻറ്റേൺ അബി. ടിൻറ്റേൺ അബി വെയിൽസിലെ മൺമൗത്ത് ഷെയറിലുള്ള വൈ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപരമായ അവശിഷ്ടമാണ്. 1131 സിസ്റ്റേറിയൻ സന്യാസിമാരാണ് ഇത് സ്ഥാപിച്ചത്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ട സ്ഥലം. വില്യം വേർഡ്സിൻ്റെ ലൈൻസ് റിട്ടേൺ എ ഫ്യൂ മൈൽസ് അബൌട്ട് ടേൺ അബി എന്ന കവിതയിലൂടെയാണ് ഇത് കൂടുതൽ പ്രശസ്തമായത്. സിസ്റ്റേറിയൻ സന്യാസിമാർ ഫ്രാൻസിൽ നിന്നുള്ളവരാണ്. 1098 ഫ്രാൻസിലെ സിസ്റ്റേറിയൻ എന്ന സ്ഥലത്താണ് ഈ സന്യാസി സഭ സ്ഥാപിതമായത്. ടിൻറ്റേൺ അബി 1536 ഹെൻറി 8 രാജാവിൻ്റെ കാലത്താണ് നശിപ്പിക്കപ്പെട്ടത്. അബി എന്നാൽ വലിയ പള്ളി എന്നാണ് അർത്ഥം. പള്ളി ആദ്യം കത്തോലിക്ക സഭക്കാരെ ആയിരുന്നു. പിന്നീട് ഹെൻറി 8 കത്തോലിക്ക സഭയുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് ടിൻറ്റോ അബി നശിപ്പിക്കപ്പെട്ടത്. ഈ അബി നശിപ്പിച്ച ശേഷം ഇതിൽ നിന്നുള്ള കല്ലുകളെല്ലാം ഇളക്കിക്കൊണ്ടുപോയി ഗൃഹങ്ങൾ പണി ചെയ്തത്രേ. 1509 മുതൽ 1547 വരെ ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. നോക്കൂ, ഇതെല്ലാം നശിപ്പിക്കപ്പെട്ട ഭാഗങ്ങളാണ്. ടിൻറ്റേൺ അബി സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൻ്റെ പേര് ടിൻറ്റേൺ ഗ്രാമം എന്ന് തന്നെയാണ്. ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വൈ നദിയുടെ തീരത്താണ്. ഹെൻറി 8 കത്തോലിക്ക സഭയുമായി പിണങ്ങിയ ശേഷം ആംഗ്ലിക്കൻ സഭ സ്ഥാപിച്ചു. ആംഗ്ലിക്കൻ സഭ കത്തോലിക്ക സഭയിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിന് സ്വന്തമായി ആരാധനാ രീതികളും പാരമ്പര്യങ്ങളുമുണ്ട്. ഇംഗ്ലണ്ടിലെ
രാജാവാണ് ഈ സഭയുടെ പരമ അധ്യക്ഷൻ. കത്തോലിക്ക സഭയുമായി വ്യത്യസ്തമായി ആംഗ്ലിക്കൻ സഭയിൽ പുരോഹിതന്മാർക്കും കന്യകാസ്ത്രീകൾക്കും വിവാഹം കഴിക്കാം എന്നാണ് പറയുന്നത്. ഇതാണ് ഇംഗ്ലണ്ടിലുള്ള പ്രധാന വഴികളുടെയും ബിൽഡിങ്ങുകളുടെയും രീതി. ഇതൊരു പുരാതന കാലത്തുള്ള ഡയറക്ഷൻ ബോർഡാണ്. മരത്തിലാണ് ഇത് പണി ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ വെൽഷ് ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും എഴുതി വച്ചിരിക്കുന്നു. ഈ ബിൽഡിങ്ങിൽ ദ വൈൽഡ് ഹെയർ എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇതൊരു കോഫി ഷോപ്പാണ്. ഇതൊരു പഴയ കാലത്തെ പോലീസ് സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ ഇത് ഒരു ഡോക്ടറുടെ ക്ലിനിക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തു തന്നെ ആയാലും എവിടെ നോക്കിയാലും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാവിടെയും. ഇപ്പോൾ സമയം കഷ്ടിച്ച് 10:30 മണി 11 മണി ആയിരിക്കുന്നു. റോട്ടിലൊന്നും ഒരു തിരക്കുമില്ല. വളരെ ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലം. ഞങ്ങൾ ഈ സ്ഥലത്തെ വിജനതയും പ്രകൃതി രമണീയതയും വളരെയധികം ആസ്വദിച്ചു. നോക്കൂ, ഇതെല്ലാം ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകളാണ്. പക്ഷെ എന്തൊരു ഭംഗിയാണ് കാണാൻ. തണുപ്പാണെങ്കിൽ ഒരു 10 ഡിഗ്രിയിൽ നിൽക്കുന്നു. ഇവിടത്തെ പ്രകൃതി രമണീയതയ്ക്ക് ഒരു കാരണം ഈ തണുപ്പ് തന്നെ ആയിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയുള്ള ദിവസങ്ങളിൽ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത് നോക്കൂ, യൂറോപ്യൻ സ്റ്റൈൽ വീടുകൾ. ഇത് 1904 പണി ചെയ്ത ഒരു വീടാണ്. ടിൻറ്റൺ ഗ്രാമത്തിലെ ഈ വീടുകൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. വൈനദിയുടെ തീരത്താണ് ഈ ഗ്രാമവും ഈ പ്രദേശവും. ഇവിടെ പണ്ടൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയ എക്സിബിഷനാണ് ഇത്. റെയിൽവേയിൽ ഉപയോഗിച്ചിരുന്ന പുരാതന കാലത്തെ ബ്ലോക്ക് ഇൻസ്ട്രുമെൻറ്റും കൺട്രോൾ ബെൽ എക്യുപ്മെൻറ്റും തുടങ്ങിയതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നു. നോക്കൂ, ഇത് റെയിൽവേക്കാർ ഉപയോഗിക്കുന്ന ഒരു ബ്ലോക്ക് ഇൻസ്ട്രുമെൻ്റാണ്. ഇത് സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിലാണ് കാണപ്പെടുന്നത്. പഴയ കാലത്തെ ടെലിഗ്രാഫും ഇവിടെ കണ്ടു. ഇതുപോലുള്ള വീടുകളെല്ലാം പഴയ ഇംഗ്ലീഷ് ഫിലിമിലാണ് കണ്ടിരിക്കുന്നത്. അതെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായത്. ഒരു 2 മണിക്കൂർ നേരം ഇവിടെ ചിലവഴിച്ച ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. ഇനിയുള്ളത് കാസിലുകളാണ്. 2 കാസിൽ നമുക്ക് കാണാനുണ്ട്. ഇതെല്ലാം കാണുവാനായി സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിലേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് UK മുഴുവൻ കാണിച്ചു തരാം.
ഇത്രയും നേരം ക്ഷമയോടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.